ബിഗ് ബോസ് വിന്നറായ അനുമോളടുത്ത് പിന്നെ ഒരു ചോദ്യം ചോദിക്കാനായിട്ട് വന്നത് നമ്മുടെ ആര്യനാണ്. ആര്യൻ ചോദിക്കുന്നുണ്ട്, ഇവിടുത്തെ ഒരു സിംഗറായ അക്ബർ എന്ന് പറയുന്ന ഒരു വ്യക്തി താങ്കളോട് ടാസ്കിനിടയിൽ താങ്കൾ സംസാരിക്കുന്നതിനിടയിൽ ഇങ്ങനൊരു പദപ്രയോഗം നടത്തി, ഞരമ്പ് രോഗി എന്നുള്ള അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? മാഡം അതിനെക്കുറിച്ചൊന്ന് വിശദമായി പറയാമോ? അനുമോൾ പറയുന്നുണ്ട്, അത് ടാസ്കിനിടയിൽ സംഭവിച്ച ഒരു സംഭവമാണ്. ഞാനൊക്കെ കോളേജിലും സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ബസ്സിലായിരുന്നു യാത്ര ചെയ്തിരുന്നത്. ആ സമയത്തൊക്കെ ബസ്സിലൊക്കെ നമ്മുടെ അടുത്ത് ആണുങ്ങളൊക്കെ വന്ന് നിൽക്കുമ്പോൾ എനിക്കൊരു ഇറിറ്റേഷൻ തോന്നാറുണ്ട്. പുള്ളിക്കാരൻ ഒരു നല്ല വ്യക്തിത്വത്തിന് ഉടമയാണ്, നല്ലൊരു വ്യക്തിയാണ് അക്ബർ എന്ന് പറയുന്ന വ്യക്തി. അതല്ല ഞാൻ ഇവിടെ ഉദ്ദേശിച്ചത്. അത് ആര്യനായാലും നെവിനായാലും ഇപ്പോൾ അക്ബർ ആയാലും ആര് വന്ന് നിന്നെന്ന് പറഞ്ഞാലും എനിക്ക് ചിലപ്പോൾ അത് ഇഷ്ടപ്പെടത്തില്ല. അത് ടാസ്കിനിടയിൽ സംഭവിച്ചതാണ്. അക്ബർ പോലും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. അക്ബറിൻ്റെ പുറകിൽ നിന്ന് ആര്യനാണ് തള്ളിക്കൊണ്ടിരുന്നത്. നമുക്ക് ദേഷ്യം വരുന്ന സമയത്ത് നമ്മൾ അബദ്ധത്തിൽ പല വാക്കുകൾ യൂസ് ചെയ്യാറുണ്ട്. അത് ദേഷ്യത്തിൽ വരുന്നതാണ്. അപ്പോഴുണ്ടായ ആ ഒരു ദേഷ്യത്തിൻ്റെ പുറത്ത് ഞാൻ പറഞ്ഞതാണ് ഈ ഞരമ്പ് രോഗികളെന്നുള്ള വാക്കൊക്കെ. എപ്പോഴും പറയുന്നൊരു വാക്കല്ല ഈ ഞരമ്പ് രോഗി എന്ന് പറയുന്നതെന്നും അനുമോള് പറയുന്നുണ്ട്. പക്ഷേ ഇത് ആ ദേഷ്യത്തിൽ പറഞ്ഞൊരു വാക്കാണല്ലോ. മാഡത്തിൻ്റെ അമ്മയ്ക്ക് വിളിച്ചപ്പം മാഡം ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നുണ്ടായിരുന്നല്ലോ. അമ്മയ്ക്ക് വിളിച്ചത് മാഡത്തിന് ഭയങ്കര ദേഷ്യമായി. അപ്പം മറ്റൊരാൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ മാഡം എന്തുകൊണ്ടാണ് ഞരമ്പ് രോഗി എന്നൊക്കെ വിളിക്കുന്നത്? അമ്മ അച്ഛനൊക്കെ വിളിക്കുമ്പോൾ ഒരു റീസൺ വേണം. ആ മോൻ എന്നെ വിളിച്ചത് എന്ന് പറഞ്ഞിട്ട് അതൊരു ബീപ്പ് സൗണ്ടാണ് ബിഗ് ബോസിൻ്റെ ലൈവിൽ നിന്ന് നമുക്ക് കേൾക്കുന്നത്. ബിഗ് ബോസ് ചിലപ്പോൾ അത് പുറത്ത് വിടാത്തതായിരിക്കുമെന്ന് അനുമോള് പറയുന്നുണ്ട്. മാഡം അമ്മുമ്മയെന്ന് വിളിക്കുന്നതിനെ പറ്റി എന്താണ് അഭിപ്രായം എന്ന് ആര്യം വീണ്ടും ചോദിക്കുന്നുണ്ട്. അപ്പോൾ അനുമോള് നല്ല മിടുക്കിയായിട്ടിരുന്നിട്ട് അതിനെല്ലാം ആൻസർ ചെയ്യുന്നത്. അമ്മുമ്മയ്ക്ക് വിളിച്ചില്ലല്ലോ, അമ്മുമ്മയോട് പോയി പറയാനെന്നേ പറഞ്ഞുള്ളൂ. അത് നിങ്ങൾ കേട്ടതിൻ്റെ പ്രശ്നമാണ്. ഓ സോറി മാഡം എന്ന് ആര്യം പറയുന്നുണ്ട്. അന്നേരം അനുമോള് പറഞ്ഞു, മോൻ എവിടെയാണ് താമസിക്കുന്നത്, എവിടായിരുന്നു? ഭയങ്കര സ്റ്റൈലിലായിട്ടാണ് അനുമോള് സംസാരിക്കുന്നത്. സൂപ്പറായിട്ടുണ്ട് അനുമോള് കേട്ടോ.